എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം. നമുക്ക് ലൂക്കോസിൻ്റെ സുവിശേഷം 24-ാം അധ്യായം 44 മുതൽ 47 വരെയുള്ള ഭാഗങ്ങളെ കുറിച്ച് അല്പനേരം ചിന്തിക്കാം. പിന്നെ അവൻ അവരോട്, ഇതാകുന്നു നിങ്ങളോടുകൂടെ ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞ വാക്ക്. മോശയുടെ ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നതൊക്കെയും നിവൃത്തിയാകണം എന്നുള്ളത് തന്നെ എന്ന് പറഞ്ഞു. തിരുവഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന് അവരുടെ ബുദ്ധിയെ തുറന്നു. ക്രിസ്തു കഷ്ടം അനുഭവിക്കുകയും 3-ാം നാൾ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും അവന്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും യെരൂശലേമിൽ തുടങ്ങി സകല ജാതികളിലും പ്രസംഗിക്കുകയും വേണം എന്ന് ഇങ്ങനെ എഴുതിയിരിക്കുന്നു. കർത്താവിൻ്റെ ശിഷ്യന്മാരുടെ മനോനിലയെക്കുറിച്ച് കർത്താവിനോടുകൂടി 3.5 വർഷക്കാലം അവർ സഞ്ചരിക്കുകയും നേരിട്ട് അത്ഭുതങ്ങളും അടയാളങ്ങളും കർത്താവിൻ്റെ ഉപദേശങ്ങളും കൃത്യമായി കേൾക്കുകയും ചെയ്ത 12 ശിഷ്യന്മാർ. അവരുടെ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരുന്ന ഒരു ഘട്ടം, അവരുടെ മനോനിലയിൽ മാറ്റം വരുന്ന ഒരു സമയം. ഒന്ന്, യേശു ക്രൂശിക്കപ്പെടുന്നതിന് മുമ്പുള്ള അവസ്ഥയും, രണ്ടാമത് യേശു ക്രൂശിക്കപ്പെട്ട് അടക്കപ്പെട്ട് പുനരുത്ഥാനം ചെയ്തതിന് ശേഷമുള്ള അവസ്ഥയും. അപ്പോൾ എന്തിനാണ് ശിഷ്യന്മാർക്ക് ഈ 2 അവസ്ഥകളിലും ഇരുവിധത്തിലുള്ള മനോനില ഉണ്ടാകുവാൻ കർത്താവ് ഉദ്ദേശിച്ചത് എന്നാണ് നമുക്ക് ഈ ഭാഗത്തിൽ നിന്ന് മനസ്സിലാക്കാൻ. പുനരുത്ഥാന ശേഷം കർത്താവ് അവർക്ക് പ്രത്യക്ഷൻ ആകുമ്പോൾ അവരോട് പറയുന്ന കാര്യങ്ങളാണ്. ഇതാകുന്നു നിങ്ങളോടുകൂടെ ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞ വാക്ക്. യേശുവിനെ കുറിച്ചും യേശുവിൻ്റെ മരണത്തെക്കുറിച്ചും പുനരുത്ഥാനത്തെക്കുറിച്ചും പിതാവായ ദൈവത്തെക്കുറിച്ചുമൊക്കെ ഉള്ള ഉപദേശങ്ങൾ ഈ 3.5 വർഷക്കാലം അവർക്ക് കർത്താവ് നേരിട്ട് നൽകി. മോശയുടെ ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും തന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് നിവൃത്തിയാകണം എന്നുള്ളത്. പഴയ നിയമത്തെ 3 ഭാഗമായിട്ടാണ്. ന്യായപ്രമാണം, പ്രവാചകങ്ങൾ, സങ്കീർത്തനങ്ങൾ. ഇതിലെല്ലാം ക്രിസ്തുവിനെ കുറിച്ച് പ്രവചന രൂപേണ ഒരുപാട് പ്രവചനങ്ങൾ രേഖപ്പെടുത്തി. ഈ നിർണയങ്ങളിലെല്ലാം ക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും പുനരുത്ഥാനത്തെക്കുറിച്ചും ഉള്ള പ്രവചനങ്ങളാണ് എഴുതിയിരിക്കുന്നത്. ക്രിസ്തുവിൻ്റെ പുനരുത്ഥാന ശേഷം ഇവർക്ക് പ്രത്യക്ഷനായി കഴിയുമ്പോൾ അവർക്ക് പലവിധമായ സംശയങ്ങൾ ഉണ്ടാകുന്നതാണ്. കർത്താവ് തന്നെയാണോ ഈ പുനരുത്ഥാനം ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഇവർക്ക് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് മശിഹായാണോ എന്നുള്ള കാര്യത്തിലൊക്കെ സംശയമുണ്ടായി. 3.5 വർഷക്കാലം ഇതിനു മുമ്പേ കർത്താവിൻ്റെ ഉപദേശം കേട്ടവരാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് അവർക്ക് അന്ന് ഈ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒരു ദൃഢമായ ഗ്രഹണശേഷി ഇല്ലാതെ വന്നത് എന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പോൾ മോശയുടെ ന്യായപ്രമാണത്തിലും പ്രവാചകങ്ങളിലും സങ്കീർത്തനങ്ങളിലും എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് നിവൃത്തിയാകണം എന്നുള്ളത് തന്നെ.
തിരുവെഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന് അവരുടെ ബുദ്ധിയെ തുറന്നു. ഈ ഭാഗമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. കർത്താവ് ക്രൂശിക്കപ്പെടുന്നതിന് മുമ്പ് പറഞ്ഞിരുന്ന തിരുവെഴുത്തുകളെ കുറിച്ച് അതിൻ്റെ അർത്ഥം പൂർണ്ണമായി ഉൾക്കൊള്ളുവാൻ വേണ്ടി അവരുടെ ബുദ്ധിയെ തുറക്കുന്നത് കർത്താവിൻ്റെ പുനരുത്ഥാന ശേഷമാണ്. പുനരുത്ഥാനത്തിന് മുമ്പേ കർത്താവ് സംസാരിച്ചിട്ടുള്ള കാര്യങ്ങളൊന്നും അവരുടെ ബുദ്ധിയിൽ ഉൾക്കൊണ്ടിരുന്നില്ല എന്നാണ്. അപ്പോൾ എന്താണ് ദൈവം അങ്ങനെ ആക്കിയത്? 12 ശിഷ്യന്മാരും പൂർണ്ണമായി യേശുക്രിസ്തുവിനെ കുറിച്ച് ഉള്ള ഗ്രാഹ്യമുള്ളവരാണെങ്കിൽ, ഇവർ 12 പേരും കർത്താവിനെ ക്രൂശിക്കപ്പെടുന്നതിന് മുമ്പ് പിടിക്കപ്പെട്ടപ്പോൾ രക്ഷപ്പെട്ടു പോവുകയില്ലായിരുന്നു എന്നതാണ്. അപ്പോൾ അവർ ശരിയായ ബുദ്ധിയിൽ കൂടി അല്ലായിരുന്നു കർത്താവിൻ്റെ കൂടെ അതുവരെ നിലനിന്നതെന്ന്. പക്ഷേ പുനരുത്ഥാന ശേഷം കർത്താവ് തന്നെ അവരുടെ ബുദ്ധിയെ തുറക്കുകയും അങ്ങനെ അവർക്ക് വിശ്വാസത്തിൽ കൂടുതൽ ബലമുള്ളവരായി തീരുവാനും ഇടയായി. ക്രിസ്തുവിൻ്റെ ക്രൂശമരണം എന്നുള്ള മർമ്മപ്രധാനമായ ദൈവത്തിൻ്റെ പ്ലാൻ അതിന് വിഘ്നം വരാതിരിക്കാൻ വേണ്ടിയാണ് യഹൂദജാതി ഒന്നടങ്കം ശിഷ്യന്മാരും യേശുക്രിസ്തുവിനെ ദൈവപുത്രനാണെന്ന് സ്പഷ്ടമായിട്ട് തിരിച്ചറിഞ്ഞാൽ യേശുക്രിസ്തുവിനെ ക്രൂശിക്കുകയില്ല. അങ്ങനെ ക്രൂശിക്കാതെ വന്നാൽ മനുഷ്യന്റെ വീണ്ടെടുപ്പ് വേല നടക്കാതെ പോകും. അതിനെക്കുറിച്ച് കർത്താവ് തന്നെ ഒരു കാര്യം ശിഷ്യന്മാരോട് മുന്നമേ പറയുന്നു. ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയേയിരിക്കും, ചത്തുവെങ്കിൽ വളരെ വിളവുണ്ടാകും. യേശുക്രിസ്തുവാകുന്ന ഗോതമ്പ് മണി അത് നിലത്ത് വീണ് ചാകുക എന്ന് പറഞ്ഞാൽ ക്രൂശിക്കപ്പെട്ട് മരിക്കുക എന്നാണ്. അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ മനുഷ്യരുടെ മോചനമുണ്ടാകൂ. അങ്ങനെ യേശുവിനെ ക്രൂശിക്കുന്നില്ലെങ്കിൽ യേശു എക്കാലവും തനിയെ ഈ ഭൂമിയിൽ ഇരിക്കും. മറ്റുള്ളവർ മനുഷ്യരിങ്ങനെ മരിച്ചുകൊണ്ടിരിക്കും. മാത്രമല്ല യേശുക്രിസ്തുവിന് മരണത്തോടുകൂടി അല്ലാതെ പിന്നെ സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള സാധ്യതയും ഇല്ലാതെയാവും. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെയും മുൻനിർത്തി അറിഞ്ഞുകൊണ്ടാണ് കർത്താവ് ക്രൂശിക്കപ്പെടുന്നതിന് മുമ്പ് പറഞ്ഞിട്ടുള്ള വചനങ്ങളെല്ലാം അവർക്ക് ഒരു രഹസ്യ രൂപത്തിൽ ഇരുന്നു. അപ്പോൾ പുനരുത്ഥാന ശേഷം പറയുന്നു, അവൻ്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും യെരൂശലേമിൽ തുടങ്ങി സകല ജാതികളിലും പ്രസംഗിക്കണമെന്ന് ശിഷ്യന്മാർക്ക് ആജ്ഞ കൊടുക്കുന്നു. അപ്പോൾ ശിഷ്യന്മാർ പൂർണ്ണമായ അറിവിലേക്ക് എത്തുവാൻ വേണ്ടി പിതാവായ ദൈവത്തിങ്കിൽ നിന്നും പരിശുദ്ധാത്മാവെന്ന മഹാദാനം ഈ ശിഷ്യന്മാർക്ക് പകർന്നു കൊടുക്കുകയും ചെയ്തു. ഈ വിഷയത്തെക്കുറിച്ച് ഇത്രയും പറഞ്ഞ് അവസാനിക്കും.